എത്ര ശ്രമിച്ചിട്ടും ശരിക്കും പഠിക്കാൻ കഴിയുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻട്രസ്റ്റ് വരുന്നില്ല, ഉറക്കം വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ചാനലിൽ കുറേ കമൻറ്റ്സ് വരാറുണ്ട്. ആക്ച്വലി മിക്ക സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇതൊക്കെ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എഫിഷ്യൻ്റായിട്ട് സ്മാർട്ടായിട്ട് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്സിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക്. സോ നമ്പർ 1, യൂസ് ഡിഫറെൻറ്റ് മീഡിയാസ്. ചില ആളുകൾക്ക് ബുക്സ് വായിക്കാനായിട്ട് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ അവർക്ക് നല്ല നല്ല സെൽഫ് ഹെൽപ്പ് ബുക്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന അറിയോ, അതിൻ്റെ ഓഡിയോ ബുക്സ് കേൾക്കും, ബുക്ക് സമ്മറീസ് കേൾക്കും, അതിൻ്റെ ആനിമേറ്റഡ് വീഡിയോസ് ഉണ്ടാവും, അത് പോയിട്ട് വാച്ച് ചെയ്യും. അപ്പോൾ അവർക്ക് ആ ബുക്ക് വായിക്കാതെ തന്നെ അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അതും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ. അപ്പോൾ അതേപോലെ നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ച് പഠിക്കണം എന്നൊന്നുമില്ല. അതിനിപ്പോൾ ഓൺലൈനിൽ തന്നെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, എസ്പെഷ്യലി യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹൈ ക്വാളിറ്റിയിൽ ക്ലാസ് കേൾക്കാൻ പറ്റും. നമ്മളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള സെഷൻസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിലെ സ്ലൈഡ്സും ആനിമേഷൻസും ഗ്രാഫിക്സും ഒക്കെ നമുക്ക് പഠിത്തത്തിലുള്ള ഇൻട്രസ്റ്റ് കൂട്ടും, കൺസെപ്റ്റ്സ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പഠിക്കുക എന്ന് പറയുന്നത് ഒരു ബോറിംഗ് ആക്ടിവിറ്റി ആയിട്ട് ഫീൽ ചെയ്യുകയില്ല. ഇനി നിങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ മുടക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ബൈജൂസ് ആപ്പ് പോലെയുള്ള നല്ല നല്ല ആപ്സൊക്കെ ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഡിഫറെൻറ്റ് മീഡിയാസ് പഠിത്തത്തിനായിട്ട് യൂസ് ചെയ്യാം. നമ്പർ 2, എൻജോയ് യുവർ ലേഷർ ടൈം. ഏത് സമയവും നമ്മളിങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞോട് നടന്നു കഴിഞ്ഞാൽ അതൊട്ടും നന്നായിരിക്കില്ല, പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പഠനത്തെ വെറുക്കാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിൽക്കരുത്, പകരം നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ പഠിക്കുക. നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ചെയ്യുക. സ്റ്റേ റിലാക്സ്ഡ്. ഫോർ എക്സാമ്പിൾ, ഹോബീസ്. നമുക്ക് എല്ലാവർക്കും പല ഹോബീസ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഡ്രോയിങ് ആണ്. എനിക്ക് ചിത്രം വരയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഇറ്റ് മേക്സ് മീ ഹാപ്പി. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ പല ഹോബീസൊക്കെ, അത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഫ്രീ ടൈം യൂസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ഹോബീസൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യെല്ലോ ക്ലാസ്. യെസ്, ഒരൊറ്റ പൈസ പോലും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ലൈഫ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് ഹോബി ക്ലാസ്സസ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് യെല്ലോ ക്ലാസ്. 3 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഡാൻസ്, പാട്ട്, കുക്കിംഗ്, യോഗ, ആർട്ട് അങ്ങനെ ഒരുപാട് ഹോബീസ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. അതും ഈ ക്ലാസ്സസ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സ്പേർട്ട് ആയിട്ടുള്ള മെൻറ്റേഴ്സാണ്. ഡാൻസ് ഇന്ത്യ ഡാൻസ് വിന്നറായിട്ടുള്ള സൽമാൻ യൂസഫ് ഖാൻ, മാസ്റ്റർ ഷെഫ് ഇന്ത്യ വിന്നറായിട്ടുള്ള റിപു ഹണ്ട, ഷാൻ, അങ്ങനെ സെലിബ്രിറ്റീസും ഇതിൽ ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. 20 ലക്ഷത്തിലധികം ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് മന്ത്ലി 10 ലക്ഷത്തിലധികം കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് ഇതിലൂടെ പഠിക്കുന്നുണ്ട്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ലോജിക്കൽ റീസണിങ് അങ്ങനെയുള്ള ക്ലാസ്സസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഹോബീസ് പഠിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് പ്ലേ സ്റ്റേഷൻ, ഐപാഡ്, സൈക്കിൾ, ആമസോൺ വൗച്ചേഴ്സ് അങ്ങനെ ഒരുപാട് പ്രൈസസും കാര്യങ്ങളും ഒക്കെ വിൻ ചെയ്യാനും സാധിക്കും. ആൻഡ് ഈ മെയ് മാസത്തിൽ യെല്ലോ ക്ലാസ് ഒരു കോൺടെസ്റ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതുവഴി കുട്ടികൾക്ക് കിൻഡിൽ, യെല്ലോ ക്ലാസിൻ്റെ എക്സ്ക്ലൂസീവ് ഗുഡീസ്, ഫസ്റ്റ് ക്രൈ വൗച്ചേഴ്സ് ആൻഡ് 3 ലക്ഷം വരെയുള്ള സ്കോളർഷിപ്പും വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ഉപയോഗിച്ച് യെല്ലോ ക്ലാസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് ഇതിൽ സ്കൂൾ ഓഫ് ദി ഇയർ എന്നൊരു സംഭവമുണ്ട്, നിങ്ങളുടെ സ്കൂൾ ഇതിൽ ആഡ് ചെയ്യുക. അതുവഴി 5 ലക്ഷം വരെയുള്ള പ്രൈസസ് വിൻ ചെയ്യാം. 3 സ്കൂളിലെ ടോപ്പ് 3 സ്റ്റുഡൻസിന് സ്കോളർഷിപ്പും ഗുഡീസും വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. സോ അധികം വെയിറ്റ് ചെയ്യേണ്ട, സ്കൂൾ ആഡ് ചെയ്യുക. ഓക്കെ. നമ്പർ 3, സ്പ്രെഡ് സ്റ്റഡിയിങ് ഓവർ ടൈം. നിങ്ങൾ ഏറ്റവും അവസാന നിമിഷത്തിൽ പഠിക്കാനിരിക്കുന്നവരാണോ? എങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. നമ്മളെപ്പോഴും നന്നായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഒരു എക്സാം ഉണ്ട്, ഇന്ന് മൺഡേ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 5 ദിവസത്തേക്ക് പഠിത്തത്തെ സ്പ്രെഡ് ചെയ്യുക, അതായത് സ്പ്ലിറ്റ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങളുടെ സ്ട്രെസ് കുറയും, ഓരോ ദിവസവും വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ. ആൻഡ് പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. ബിക്കോസ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആ സമയത്ത് വളരെ ചെറിയ പോർഷൻസിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് 10 ചാപ്റ്ററും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആവണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വല്ല യന്ത്രനൊക്കെ ആവണം. സോ എക്സാം വരുമ്പോൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുക, പഠിക്കാനുള്ള കാര്യങ്ങളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ. നമ്പർ 4, കണക്ട് വാട്ട് യു ആർ ലേണിംഗ് വിത്ത് സംതിങ് യു നോ. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആകുന്നൊരു ടിപ്പാണ്. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെ പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ, കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ദെൻ ആ കാര്യങ്ങൾ നമ്മളുടെ ഓർമ്മയിൽ കുറേ കാലം നിൽക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ഓൺലി ചേഞ്ച് ഫ്രം വൺ ഫോം
ടു അനദർ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സോ ഈ കാര്യം നമുക്ക് ലൈഫിൽ ഒരു കാര്യവുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസ് വരാം, നെഗറ്റീവ് എനർജി വരാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ബ്രേക്കപ്പ് കാരണമൊക്കെ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന ആളുകൾ ജിമ്മിലൊക്കെ പോയിട്ട് അവരുടെ ആ ദേഷ്യം എന്ന എനർജി ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്ത് നല്ല ഫിറ്റായിട്ടുള്ള ബോഡി ഉണ്ടാക്കിയെടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഈ പറഞ്ഞത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷൻസും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെ പുറത്തെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. നമ്പർ 5, സിറ്റ് അറ്റ് ദ ഫ്രണ്ട്. മിക്ക സമയത്തും ഈ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നവരായിരിക്കും ബാക്ക് ബെഞ്ചിലിരിക്കുന്നവരേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം. ബാക്ക് ബെഞ്ചിലിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ബാക്കിലല്ലേ, മിസ്സ് നമ്മളെ അങ്ങനെ ശ്രദ്ധിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുമ്പോൾ മിസ്സ് നമ്മളെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു മൈൻഡിൽ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും. സോ വാട്ട്സ് ദ റിസൾട്ട്? ക്ലാസ്സിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അതോടെ തന്നെ നന്നായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. പക്ഷേ ഞാനീ പറയുന്നത് ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർ മൊത്തം ഉഴപ്പന്മാരാണ്, പഠിക്കാത്തവരാണ്, ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നവരാണ് ഏറ്റവും നല്ല സ്റ്റുഡൻസ് എന്നൊന്നും അല്ല കേട്ടോ. ബാക്ക് ബെഞ്ചിലിരുന്ന് ടോപ്പർ ആവുന്ന കുട്ടികളുണ്ട്, ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് നല്ല മാർക്ക് കിട്ടാതെ പോകുന്നവരുണ്ട്. ബട്ട് മൈ പോയിന്റ് ഈസ്, ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ അത് ക്ലാസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ പുഷ് ചെയ്യും. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. നമ്പർ 6, ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. ഇത് ആക്ച്വലി ഒരു ലൈഫ് സ്റ്റൈൽ ടിപ്പ് കൂടിയാണ്. നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം. ഹെൽത്തി ബോഡി, ഹെൽത്തി മൈൻഡ്, ഹാപ്പി ലൈഫ്. ശരീരം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നന്നായിട്ട് ഉറങ്ങുക, വർക്കൗട്ട് ചെയ്യുക, ഡെയിലി എക്സസൈസ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക. ബിക്കോസ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഭയങ്കര ക്ഷീണവും ഉറക്കവും ഒക്കെ വരാൻ തുടങ്ങും. സോ ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. ഓക്കെ, സോ സ്മാർട്ടായിട്ട് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 6 സൈക്കോളജിക്കൽ ട്രിക്സ് നമ്മൾ പറഞ്ഞു. ഇത് ചുമ്മാ കേട്ടോണ്ടിരിക്കരുത്, റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുക. പിന്നെ യെല്ലോ ക്ലാസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.